2011 ഏറനാട് നിയമസഭാ മണ്ഡലത്തിലും 2014 വയനാട് ലോക്സഭാ മണ്ഡലത്തിലും മത്സരിക്കുമ്പോൾ അൻവർ ഒരു ജനപ്രിയനേ ആയിരുന്നില്ല. പക്ഷേ അൻവർ പിടിച്ച വോട്ടിന്റെ കണക്കെടുത്താൽ ആരായാലും സംശയിച്ചു പോകും, ഇയാൾക്ക് എങ്ങനെ ഇത്ര വോട്ട് കിട്ടിയെന്ന്. രണ്ടിടത്തും സ്വതന്ത്രനായി മത്സരിച്ച് അൻവർ പിടിച്ചതാകട്ടെ 2ാം സ്ഥാനം. അൻവറിന്റെ ആ കരുത്ത് തിരിച്ചറിഞ്ഞാണ് പിന്നീട് LDF അദ്ദേഹത്തെ ഒപ്പം കൂട്ടിയത്. 2021 നിലമ്പൂരിൽ ജനകീയനായ VV പ്രകാശിനെ പോലും തോൽപ്പിക്കാനായത് അൻവറിന്റെ ജനകീയൻ എന്ന ഇമേജ് ഒന്നുകൊണ്ട് മാത്രമാണ്. നിലമ്പൂരിൽ തനിക്കുള്ള ആ സ്വാധീനം നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് UDF വാതിലടച്ചിട്ടും സ്വതന്ത്രനായി പോരാട്ടത്തിനിറങ്ങാൻ അൻവറിന് ധൈര്യം നൽകിയത്. ആര്യാടൻ ജയം ഉറപ്പിച്ചെന്ന് കണ്ടതോടെ അൻവർ കൂടെയുണ്ടായിരുന്നെങ്കിൽ ഫലം നന്നായേനെ എന്ന KPCC അധ്യക്ഷന്റെ വാക്കുകൾക്ക് പോലും സമീപകാല ഭാവിയിൽ പല മാനങ്ങളുമുണ്ട്. 10 മാസങ്ങൾക്കപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പിണറായിയുടെ നേതൃത്വത്തിനെതിരെ, അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിണറായിസത്തിനെതിരെ ഏറ്റവും വലിയ വിമർശകനായി മുന്നോട്ട് വന്ന അൻവറിനെ വല്ലാതെ പിണക്കുന്നത് വലിയ നഷ്ടമാണെന്ന ബോധ്യം UDFനുണ്ട്. 3ാം LDF സർക്കാരിനെ എന്ത് വില കൊടുത്തും തടയാനിറങ്ങിയ അൻവറിന് മുന്നിൽ കൊട്ടിയടച്ച വാതിൽ തുറക്കാൻ UDFന് അധിക സമയം വേണ്ടിവരില്ല എന്നതിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. പ്രത്യേകിച്ച് തന്റെ ശക്തി എന്താണെന്ന് നിലമ്പൂരിൽ അൻവർ തെളിയിച്ച സാഹചര്യത്തിൽ.